ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ലക്ഷദ്വീപിനെ കുറിച്ചാണല്ലോ. എന്നാൽ അവിടെ പോയിട്ടുള്ളത് വളരെ കുറച്ച് പേരുണ്ടാവുള്ളൂ. നമുക്ക് കാണാം ലക്ഷദ്വീപിൻ്റെ മനോഹരമായ കാഴ്ചകളും കടലും അവിടുത്തെ ആളുകളുടെ ജീവിതവും റോഡുകളും കടലിനടിയിലെ അതിമനോഹരമായ കാഴ്ചകളും. കൊച്ചി ചരിത്രത്തിലെന്നും ഇടം നേടിയ സുന്ദര പട്ടണം. ഇവിടെ നിന്നാണ് ലക്ഷദ്വീപിലേക്കുള്ള എൻ്റെ യാത്ര തുടങ്ങുന്നത്. മദ്യനിരോധന മേഖലയാണ് ലക്ഷദ്വീപ്. അതുകൊണ്ട് തന്നെ ലഗേജ് എല്ലാം ചെക്ക് ഇൻ ചെയ്തതിന് ശേഷമാണ് നമ്മളെ ഒരു ബസ്സിൽ കയറ്റി ഷിപ്പിനടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ കപ്പലിലാണ് ഞാൻ യാത്ര പുറപ്പെടുന്നത്. കപ്പലിൻ്റെ താഴത്തെ വിൻഡോയിൽ നിന്നുള്ളൊരു കാഴ്ചയാണിത്. കപ്പൽ പുറപ്പെട്ടിരിക്കുന്നു. യാത്രക്കാരെല്ലാവരും കൊച്ചിയുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. ഈ പോണ പാസഞ്ചർ ബോട്ടിൻ്റെ ബാക്കിൽ മത്സ്യബന്ധനത്തിന് പോണ ഒരു ബോട്ട് കാണാൻ പറ്റും. അതിൽ 2 ചെറിയ വള്ളങ്ങൾ കെട്ടി വെച്ചിട്ടാണ് പോണത്. ചെറിയ വള്ളമുള്ളതുകൊണ്ട് മത്സ്യം കിട്ടിയാൽ പെട്ടെന്ന് തന്നെ കരയിലേക്ക് എത്തിക്കാൻ പറ്റും. നമ്മുടെ ഷിപ്പിന് യാത്ര ചെയ്യാനുള്ള അനുമതി നൽകിക്കൊണ്ട് ആ ഓഫീസർ ഒരു ചെറിയ ബോട്ടിൽ മടങ്ങിപ്പോവുകയാണ്. ഫോർട്ട് കൊച്ചി അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സുന്ദരമായ ഭൂപ്രദേശം. ചരിത്രവും പാരമ്പര്യവും ഇടകലർന്ന സംസ്കാരത്തിൻ്റെ കഥ പറയുന്ന മതസാംസ്കാരിക കെട്ടിടങ്ങളും വഴിയോരങ്ങളും മനുഷ്യരും കഴിയുന്ന നാട്. ഒരു ബോട്ട് മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. പക്ഷികളുടെ ഒരു കൂട്ടം കപ്പലിനൊപ്പം തന്നെയുണ്ട്. 180 ഫ്രെയിംസിലാണ് ഞാനത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പാനാസോണിക്കിൻ്റെ ലുമിക്സ് GH5 ആണ് ക്യാമറ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല കാറ്റുണ്ട്. ഒരു സെൽഫി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കൊച്ചിയിൽ നിന്ന് കപ്പൽ പുറപ്പെട്ടാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരിക്കലും കൂടിക്കലരാതെ നിൽക്കുന്ന 2 കളറുള്ള കടൽ നമുക്ക് കാണാം. പവിഴപ്പുറ്റുകളാൽ സമ്പന്നമാർന്ന മരതക ദ്വീപുകൾ എന്നും സഞ്ചാരികളുടെ ഒരു സ്വപ്നമാണ്. MV കോറൽസ് എന്ന കപ്പലിലാണ് ഞാൻ ലക്ഷദ്വീപിലേക്ക് പുറപ്പെട്ടത്. കമൽ സാർ സംവിധാനം ചെയ്യുന്ന പ്രണയമീനുകളുടെ കടൽ എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടിയാണ് ഞാൻ ലക്ഷദ്വീപിലേക്ക് പുറപ്പെട്ടത്. കപ്പലിൻ്റെ ഉള്ളിലുള്ള യാത്രക്കാരുടെ മുഖത്തും ആകാംക്ഷയും സന്തോഷവും കാണാമായിരുന്നു. 2015 ജനുവരി 10 അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന നിതിൻ ജയറാം ഗഡ്കരിയാണ് MV കോറൽസ് എന്ന ഈ കപ്പൽ രാജ്യത്തിനായി സമർപ്പിച്ചത്. 400 യാത്രക്കാരെയും 250 ടൺ ചരക്കും വഹിക്കാനുള്ള ശേഷി MV കോറൽസിനുണ്ട്. കപ്പലിൽ 10 ഫസ്റ്റ് ക്ലാസ് ബർത്തും 40 സെക്കൻഡ് ക്ലാസ് ബർത്തും 350 ബങ്കറും ഉണ്ട്. എല്ലാ പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റുകളും എയർ കണ്ടീഷൻ ചെയ്തവയാണ്. കപ്പലിൻ്റെ മൊത്തത്തിലുള്ള നീളം 99 മീറ്ററാണ്. കപ്പലിന് 16 നോട്ട് വേഗതയുണ്ട്. കൊച്ചി തുറമുഖവും ലക്ഷദ്വീപും തമ്മിലുള്ള ദൂരം ഒറ്റ രാത്രി കൊണ്ട് എത്താൻ സാധിക്കും. അസ്തമയം ക്യാമറയിൽ പകർത്താന്നുള്ളത് ഏതൊരു ക്യാമറാമാൻ്റെയും ഹരമാണ്. ആകാശത്തെ സ്വർണത്തിൽ പുതപ്പിച്ച പോലെ അസ്തമയ സൂര്യൻ മേഘങ്ങൾക്കിടയിലൂടെ അറബിക്കടലിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്നു. കപ്പലിൽ നിന്നുള്ള സൂര്യാസ്തമയം കണ്ടു നിൽക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മറ്റൊരനുഭവമാണ്. ഉദിച്ചു വരുന്ന സൂര്യനെ ചിത്രീകരിക്കുവാൻ അതിരാവിലെ തന്നെ എഴുന്നേറ്റിരുന്നു ഞാൻ. സൂര്യകിരണങ്ങൾ കടലിൽ പതിക്കുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വർണ്ണ നിറത്തിലുള്ള കടലിൽ പഴയൊരു പത്തേമേരിയും. അപ്പോഴാണ് മറുവശത്ത് മറ്റൊരു കാഴ്ച. കപ്പലിലെ ഒരു ജീവനക്കാരൻ കടലിൽ നീന്തി തകർക്കാണ്. ഞാനത് സ്ലോ മോഷനിൽ ചിത്രീകരിക്കാമെന്ന് വിചാരിച്ചു. കപ്പൽ ജീവനക്കാരുടെ കടലിലെ നീന്തലും ചാട്ടവും ആർമാദിക്കലും എൻ്റെ ക്യാമറ കണ്ടപ്പോൾ പിന്നെ അതൊരു ആഘോഷമായി മാറി. കപ്പലിൻ്റെ ഫ്രണ്ടിലെ വെള്ളത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഭാഗത്ത് ചാട്ടവും പലതരത്തിലുള്ള ഡൈവിങ്ങും. ഈ കപ്പൽ ജീവനക്കാരെല്ലാം ലക്ഷദ്വീപിലുള്ളവരാണ്. അതുകൊണ്ട് കടലിൽ കുളിക്കുക എന്നുള്ളത് ലക്ഷദ്വീപുകാർക്കൊരു ഹരമാണ്. നല്ല തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് തന്നെ എക്വേറിയത്തിൽ കാണുന്ന പോലെ മീനുകളെ കാണാൻ സാധിക്കും. ഇവിടുത്തെ ബോട്ടുകളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. നാട്ടിലെ ബോട്ടിനേലും കുറച്ച് വ്യത്യാസമുള്ള ബോട്ടുകളാണ് ഇവിടെ ഉള്ളത്. കടൽ വളരെ റഫായിട്ടുള്ള സമയത്ത് ഷിപ്പ് കരയിലേക്ക് അടുപ്പിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഇതുപോലുള്ള ബോട്ടുകളിലാണ് ഷിപ്പിൽ നിന്ന് ആളുകളെയും ചരക്കുമൊക്കെ ദ്വീപിലേക്ക് കൊണ്ടുവരിക. ആ കാണുന്ന ദ്വീപാണ് മിനിക്കോയ്. കപ്പൽ മിനിക്കോയ് ദ്വീപിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ഏകദേശം 11 കിലോമീറ്റർ നീളമുള്ള ദ്വീപാണ് മിനിക്കോയ്.
മിനിക്കോയ് ദ്വീപിൽ ഇറങ്ങാനുള്ള പെർമിറ്റ് ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കപ്പലിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വന്നു. ഹിന്ദി കലർന്ന മഹലാണ് ഇവിടുത്തെ ഭാഷ. ലക്ഷദ്വീപിലെ ബാക്കി എല്ലാ ദ്വീപിലും ജസലി ഭാഷയാണ്. മാലിദ്വീപിനോട് ചേർന്ന് കിടക്കുന്ന സംസ്കാരവും ജീവിത രീതികളുമാണ് മിനിക്കോയ് ദ്വീപിലുള്ളത്. വൈകുന്നേരം 5 മണിയോടെയാണ് കപ്പൽ മിനിക്കോയ് ദ്വീപിൽ നിന്നും പുറപ്പെടുന്നത്. ദ്വീപിനകത്ത് പോയിട്ട് ചിത്രീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് കപ്പലിൽ നിന്ന് തന്നെ ദ്വീപിന്റെ മാക്സിമം വിഷ്വലുകൾ ഞാൻ ഷൂട്ട് ചെയ്യുകയായിരുന്നു. കപ്പൽ പുറപ്പെട്ടിരിക്കുന്നു. സൂര്യകിരണങ്ങൾ മിനിക്കോയ് ദ്വീപിനെ സ്വർണ്ണനിറം കൊടുത്തിരിക്കുന്നതും ക്യാമറയിൽ പകർത്തിയിരിക്കുകയായിരുന്നു ഞാൻ. ഇതാണ് മിനിക്കോയ് ദ്വീപിന്റെ ഒരു ദൂരെ എന്നുള്ള കാഴ്ച. ഒരു ദിവസത്തെ കപ്പൽ ജീവിതം യാത്രക്കാരെയെല്ലാം ബോറടിപ്പിച്ചിരിക്കുന്നു. കപ്പലിന്റെ പുറകുവശമാണിത്. അങ്ങകലെ വരെ കപ്പൽ വന്ന സഞ്ചാരപാത അങ്ങനെ കാണാം. കുറച്ച് സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് ഞാനും അവിടെ അങ്ങനെ നിന്നു. കപ്പലിന്റെ പുറകുവശത്തുള്ള അതിമനോഹരമായ കാഴ്ച കണ്ടു നിൽക്കുന്ന ഒരുപാട് സഞ്ചാരികൾ. അവരുടെ അടുത്തേക്ക് ഞാനും ക്യാമറയുമായി നടന്നെടുക്കുകയായിരുന്നു. ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും കപ്പൽ അഗറ്റി ദ്വീപിൽ അടുപ്പിച്ചിരിക്കുന്നു. ആളുകളെല്ലാം സാധനങ്ങൾ ഇറക്കുന്നതിൻ്റെയും ദ്വീപിലേക്ക് പോകുന്നതിൻ്റെയും തിരക്കിലാണ്. സൂര്യോദയത്തിൽ കപ്പലിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി ചിത്രീകരിക്കാമെന്ന് തീരുമാനിച്ചു. ഇതാണ് അഗറ്റി ദ്വീപ്. ഏകദേശം 7 കിലോമീറ്റർ വിസ്തീർണമാണ് അഗത്തി ദ്വീപിനുള്ളത്. ലക്ഷദ്വീപിന്റെ ഏക വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അഗത്തി ദ്വീപിലാണ്. അഗത്തി ദ്വീപിന്റെ തെക്കേ ഭാഗത്തായി കൽപ്പാത്തി ദ്വീപ് സ്ഥിതി ചെയ്യുന്നു. അഗത്തി ദ്വീപിൽ നിന്നും ഏകദേശം 1.5 മണിക്കൂർ ബോട്ടിൽ സഞ്ചരിച്ചാൽ മതി നമുക്ക് ബംഗാരം എന്ന ദ്വീപിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ബംഗാരം ദ്വീപിലാണ് ടൂറിസ്റ്റുകൾക്കുള്ള സൗകര്യങ്ങൾ കൂടുതലുമുള്ളത്. ഞാൻ താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണത്. ദ്വീപില് മൊബൈൽ സേവനം തരുന്നത് എയർടെലും BSNL ആണ്. ഇവിടുത്തെ ഇന്റർനെറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ 2G ആണ്, ഇവിടുത്തെ 4G. അതുകൊണ്ട് തന്നെ മൊബൈല് ക്യാമറയിൽ മാത്രം ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചു. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയാൽ കടലിന്റെ അതിമനോഹരമായ കാഴ്ച, നീലാകാശവും നീലക്കടലും. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇവിടെയുള്ള ആകെയുള്ള ഒരു ഷോപ്പാണ് ഈ കാണുന്നത്. എൻ്റെ ഒരു സുഹൃത്താണ് മുഹമ്മദ്. ഞാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ അഗറ്റി കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സുഹൃത്തുമായിട്ട് വന്നിട്ടുള്ളതാ. ബൈക്കിലാണ് ഇന്നത്തെ മൊത്തം സഞ്ചാരം. ഏകദേശം ഒരു 4 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ അഗറ്റിയുടെ ടൗണിൽ എത്തിപ്പെടാൻ സാധിക്കും. ബോട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ഡ്രോൺ പറത്തിയപ്പോൾ ടൈറ്റാനിക്കിലെ പോലെ നിൽക്കുക ഹെൽത്തൊരു ജീവനക്കാരൻ. ദ്വീപിലെ പല ഭാഗത്തും പല കളറാണ് കടലിനുള്ളത്. താഴെ കാണുന്ന കറുപ്പ് നിറം പവിഴപ്പുറ്റുകളാണ്. ഇതാണ് ദ്വീപിലെ റോഡ്. കോൺക്രീറ്റ് ഇട്ട റോഡാണ്. അധികം നടന്നു പോവുക, ബൈക്കിൽ യാത്ര ചെയ്യുക, സൈക്കിള്, കാറൊക്കെ വളരെ കുറച്ചാണ് ഇവിടെ കാണാൻ സാധിക്കുള്ളൂ. ഒരു ബൈക്ക് ഉണ്ടായാൽ ഒരു കുറച്ച് നേരം കൊണ്ട് ദ്വീപ് മുഴുവൻ നമുക്ക് കറങ്ങിയിട്ട് വരാം. ദ്വീപിൽ എവിടെ നോക്കിയാലും തെങ്ങാണ്. തെങ്ങ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ദ്വീപിൽ. പഴയകാല സിനിമ കാണുന്ന പോലെയാണ് ലക്ഷദ്വീപിലെ വീടുകളും. പഴയൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന പോലെ തോന്നും. നടന്നു വരുന്ന കുറേ കുട്ടികൾ, ബൈക്ക് യാത്രക്കാർ കുറേ കാണാം. ലക്ഷദ്വീപിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ കടലാണ്. ദ്വീപിൻ്റെ ഉള്ളിൽ ഈ തെങ്ങും വീടൊക്കെ തന്നെയുള്ളൂ. ലക്ഷദ്വീപിൻ്റെ സൗന്ദര്യം ദ്വീപിനകത്തല്ല, ദ്വീപിന് പുറത്താണ്. അതും കടലിനടിയിൽ. ഈ ബോട്ടിനടിയിൽ കാണുന്ന പവിഴപ്പുറ്റുകളില്ലേ, അതൊക്കെയാണ് ദ്വീപിൻ്റെ സൗന്ദര്യം. പ്രകൃതിയുടെ തന്നെ വലിയ വിസ്മയങ്ങളിലൊന്നായ കടലിനെ ഏറ്റവും സുന്ദരമായി കാണാനും പവിഴപ്പുറ്റുകൾ മനം നിറയെ ആസ്വദിക്കാനും കഴിയുന്ന അപൂർവം ഇടങ്ങളിലൊന്നാണ് ലക്ഷദ്വീപ്. കണ്ണൂർ നാട്ടുരാജാക്കന്മാർ ഇവിടം കൈയടക്കിയതും ടിപ്പു സുൽത്താൻ ഇഷ്ടപ്പെട്ടതും ബ്രിട്ടീഷുകാർ കണ്ണുവെച്ച് കൈക്കലാക്കിയതും ഭാരത ചരിത്രമാകുമ്പോൾ ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയപ്പോൾ ഈ രാജ്യത്തിന്റെ ഭാഗമായ ഒരു കേന്ദ്രഭരണ പ്രദേശമായി ലക്ഷദ്വീപ് മാറി. ദ്വീപിലെ ഏത് വഴിയിലൂടെയും യാത്ര ചെയ്യാം. ബൈക്കൊക്കെ ഓടിച്ചു പോവാം. വീടുകളുടെ ഇടയിൽ കൂടെയാ എങ്ങനെ വേണമെങ്കിലും പോവാം. ഭയങ്കര സൗഹൃദമുള്ള ആൾക്കാരാണ് ദ്വീപിലുള്ളത്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഒരു അഗറ്റി ദ്വീപിലെ പള്ളിയാണ്. ഈ ചെന്ന് കയറുന്നതാണ് അഗറ്റിയിലെ ഏറ്റവും വലിയ ടൗണാണ് ഈ കാണുന്നത്.
ദ്വീപിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ആ കിടക്കുന്ന പത്തേമേരി പോലുള്ളൊരു ഉരുവിലാണ്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ പഴയ കാലത്തെ വേറൊരു മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പഴയ ഏതോ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെട്ട പോലെയാണ് ഈ ഉരു കിടക്കുന്നതും ഒക്കെ. ഇവിടുത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ വിനോദമാണ് കടലിൽ ചാടുക, കടലിൽ കുളിക്കുക, കടലിൽ നീന്തുക, ഭയങ്കര ഡൈവിങ്. നല്ല ആളുള്ള സ്ഥലം ഇവിടെ. പക്ഷെ എന്നാലും ഇത്രയധികം കുട്ടികൾ നീന്തി തിമിർത്തുകൊണ്ടിരിക്കുകയാണ്. കടലിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ കടലിൽ താഴ്ന്നു പോവില്ല. ഉപ്പിൻ്റെ സാന്ദ്രത കൂടുതലുള്ള കാരണം വെള്ളത്തിൽ മലർന്നെടുക്കാനും കവിഴ്ന്നെടുന്നാലൊക്കെ വെള്ളത്തിൽ പൊന്തിക്കെടുക്കും. നീന്തൽ പഠിക്കാനൊക്കെ ഏറ്റവും സുഖമാണ് ഇവിടെ. ഈ ദ്വീപിൽ ഇന്ന് 7000-ൽ പരം ജനങ്ങൾ അധിവസിക്കുന്നു. ഭൂരിഭാഗം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും മറ്റു മതസ്ഥരും ഇവിടെയുണ്ട്. നാളികേരവും മത്സ്യബന്ധനവുമാണ് ഇവിടുത്തെ ആളുകളുടെ വരുമാന മാർഗം. 32 ദ്വീപുകളുടെ സമുച്ചയമായ ലക്ഷദ്വീപിലെ വാസയോഗ്യമായ ദ്വീപുകളിലേക്ക് വിനോദസഞ്ചാരികൾ വരുന്നതും ഇവിടുത്തെ ഒരു വരുമാന മാർഗമാണ്. ഇതാണ് അഗറ്റി ദ്വീപിലെ ലഗോൺ ബീച്ചിലെ സൂര്യാസ്തമയം. ലളിതമായ ജീവിത രീതികൾ ഇഷ്ടപ്പെടുന്ന ദ്വീപുവാസികൾ സ്നേഹത്തിലും സഹോദര്യത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്നവരുമാണ്. അതിനാൽ തന്നെ ഇവർക്കിടയിൽ കുറ്റകൃത്യങ്ങൾ വളരെ കുറവാണ്. സാധനങ്ങൾ വാങ്ങുന്നതിനും കച്ചവടം നടത്തുന്നതിനും ഉപരിപഠനത്തിനും നല്ല ചികിത്സയ്ക്കും കൂടുതലായി ആശ്രയിക്കുന്നത് കേരളത്തെയാണ്. അഗറ്റി ദ്വീപിന്റെ കാഴ്ചകൾക്ക് ശേഷം ഇനി ഞാൻ പോകുന്നത് കവരത്തി ദ്വീപിലേക്കാണ്. ആ വരുന്ന വെസലിലാണ് ഞാൻ കവരത്തി ദ്വീപിലേക്ക് പുറപ്പെടുന്നത്. 2 വലിയ ബോട്ടുകൾ കൂട്ടിയോജിപ്പിച്ച പോലെയാണ് വെസലിന്റെ രൂപഘടന. കരയിൽ നിന്ന് വെസലിലേക്കൊരു ചെറിയ ബോട്ടിലാണ് പോകുന്നത്. വെസലിന്റെ ജനലരികെയുള്ള ഈ സീറ്റിൽ കവരത്തി ദ്വീപ് എത്തുന്നതും കാത്ത് ഞാനങ്ങനെയിരുന്നു. സജ്ജ് വ്ളോഗ് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. ഞാൻ വർക്ക് ചെയ്ത സിനിമകളുടെ അനുഭവങ്ങളും എൻ്റെ യാത്രകളും എനിക്കറിയാവുന്ന ക്യാമറയുടെ വിശേഷങ്ങളുമാണ് സജ്ജ് വ്ളോഗ് എന്ന ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും മോശമായാലും അറിയിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. തുടർന്നുള്ള വീഡിയോയും കാണുന്ന പ്രതീക്ഷയോടെ സജീഷ്.